വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. ഇപ്പോൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ കണ്ടിന്യൂറ്റി പഠിച്ചു അല്ലേ. നമുക്കിനി ചെയിൻ റൂൾ നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് യൂസിങ് ചെയിൻ റൂൾ, അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. അപ്പം നമുക്കിതിൽ ചെയിൻ റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, വേറെ പല ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചെയിൻ റൂൾ ആണോ അല്ലയോ എന്നെല്ലാം നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ചെയിൻ റൂൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇംപ്ലിസിറ്റ്, പാരാമെട്രിക്, ലോഗരിതമിക്, പിന്നെ കുറേ മോഡലുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യണം. പിന്നെ ജെഇയുടെ മെയിൻ ഞാൻ ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. കുട്ടികളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാപ്റ്റർ വൈസ് ഇടണമെന്ന്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. ഇതൊക്കെ എപ്പോഴാണ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം അത് പറഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യനിലോട്ട് വരാം. സ്റ്റാൻഡേർഡ് ഫോം y ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. സൈൻ എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ടാൻ എക്സ് ഡെറിവേറ്റീവ് എന്താ? സി സ്ക്വയർ എക്സ്. അപ്പോൾ ഇവിടെ സൈൻ എക്സ് എന്ന് വരുമ്പോൾ അവിടെ വേറെ എക്സിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും ഇപ്പോൾ സൈൻ 2x + 3. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ ഈ എക്സിൻ്റെ പ്ലേസിൽ വേറെ എന്തെങ്കിലും ടേം മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. മനസ്സിലായോ? നിങ്ങൾക്ക് ഫോർമുലാസ് എല്ലാം വേണമെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ എളുപ്പമുണ്ടല്ലോ. സൈൻ എക്സ് d/dx ഓഫ് സൈൻ എക്സ് ദാറ്റ് ഈസ് കോസ് എക്സ്. d/dx ഓഫ് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് സി സ്ക്വയർ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് മൈനസ് കൊസി സ്ക്വയർ എക്സ്. ഫോർമുലസ് എല്ലാം ഒരു പേജിൽ ഒരുമിച്ച് ഇങ്ങനെ എഴുതി വെച്ചാണ്ടല്ലോ, നിങ്ങൾക്ക് നോക്കാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി ബൈ ഹാർട്ടാക്കാനും എളുപ്പമുണ്ട്. d/dx ഓഫ് സീക്ക് എക്സ് ടാൻ എക്സ്. d/dx ഓഫ് കൊസീക്ക് എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ഇപ്പോൾ ഫോർമുലാസ് എല്ലാം ഒന്ന് എഴുതിയിട്ട് ചെയിൻ റൂളിലോട്ട് വരാം. d/dx ഓഫ് എക്സ് റൈസ് ടു n എക്സ് റൈസ് ടു n മൈനസ് 1. ഫോർ എക്സാമ്പിൾ എക്സ് റൈസ് ടു 3 ഡെറിവേറ്റീവ് എന്താ? 3x റൈസ് ടു 2. എക്സ് റൈസ് ടു 4 എക്സ് റൈസ് ടു 3. എക്സ് റൈസ് ടു n മൈനസ് 1. d/dx ഓഫ് root x 1/2 root x. d/dx ഓഫ് any constant 0. d/dx ഓഫ് 1/x. ഈ ഒരു ഫോമും കൂടെ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് അറിഞ്ഞിരുന്നു ഓർക്കണം. ഇല്ലെങ്കിൽ നമുക്കിതിനെ എക്സ് റൈസ് ടു -1 എന്ന് എഴുതി എക്സ് റൈസ് ടു n മൈനസ് 1 ആ ഒരു ഫോമിൽ ഇത് കിട്ടും. നിങ്ങൾക്ക് എക്സസൈസിന് തൊട്ട് മുമ്പുള്ള 2 എക്സാമ്പിൾ, പിന്നെ എക്സസൈസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഞാൻ ഓർഡറിലായിരിക്കത്തില്ല ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ ഏതാണ് ക്വസ്റ്റ്യൻ. ചെയിൻ റൂളിനെ ബേസ് ചെയ്ത് ഞാൻ പറയുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ ടു ടാൻ 2x + 3. നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ഏത് ഫോം ആലോചിക്കണം? ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്താണ്? സി സ്ക്വയർ എക്സ് അല്ലേ. dy/dx ഡെറിവേറ്റീവ് ഓഫ് ടാൻ സി സ്ക്വയർ നമ്മൾ ഈ ടേം അതേപോലെ എഴുതുക. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് ടേം. അപ്പോൾ ആദ്യം നമ്മൾ ടാൻ എക്സ് ആണെങ്കിൽ സി സ്ക്വയർ എക്സ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തുള്ള ടേം അതേപോലെ എഴുതുക. ഇൻറ്റു d/dx ഓഫ് 2x + 3. ഡെറിവേറ്റീവ് ഓഫ് 2x 2. ഡെറിവേറ്റീവ് ഓഫ് 5x ആണെങ്കിൽ 5. ഡെറിവേറ്റീവ് ഓഫ് 7x ആണെങ്കിൽ 7. ഡെറിവേറ്റീവ് ഓഫ് 3 0.
ആൻസർ എന്ത് വരും? 2x ഡെറിവേറ്റീവ് 2, ഡെറിവേറ്റീവ് of 3 0. So answer is 2c square 2x plus 3. Next question. Question number 2. Y is equal to sin within the bracket cos x square dy by dx. നിങ്ങൾ ഇതിപ്പോൾ എക്സ് ആയിട്ട് വിചാരിക്കുക. കോസ് എക്സ് സ്ക്വയർ എന്നുള്ളത് സിംഗുലർ എക്സ് ആയിട്ട് വിചാരിക്കുക. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് അല്ലേ? കോസ് വിതിൻ ദ ബ്രാക്കറ്റ് കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ എന്താണോ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അതാണ് ചെയിൻ റൂൾ. കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എക്സ് സ്ക്വയർ, അതും സ്റ്റാൻഡേർഡ് ഫോം അല്ല. നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. കോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എന്ത് വന്നു? എക്സ് സ്ക്വയർ വന്നു അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ എക്സ് സ്ക്വയർ ഇൻറ്റു 2x. അങ്ങനെ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ മൈനസ് 2x സൈൻ എക്സ് സ്ക്വയർ കോസ് വിതിൻ ദ ബ്രാക്കറ്റ് കോസ് എക്സ് സ്ക്വയർ. ആദ്യം നമ്മൾ സൈൻ എക്സ് ആ ഒരു ഫോമിൽ നോക്കുക. സൈനാണ് ഇവിടെ നമ്മൾ എന്ത് എഴുതും? കോസ്. ആ ബ്രാക്കറ്റിനകത്തുള്ള അതേപോലെ എഴുതുക. ഇൻറ്റു ഇവിടെ എക്സ് അല്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് സ്ക്വയർ. ഈ ടൈം അതേപോലെ എഴുതുക. കോസ് എക്സ് സ്ക്വയർ, ഇപ്പോൾ നമ്മൾ ആലോചിക്കണം കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ മൈനസ് സൈൻ ഇപ്പോഴും നോക്കി എക്സ് അല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താ? 2x. ചെയിൻ റൂൾ മനസ്സിലായല്ലോ. എക്സസൈസിൽ ഒരു 3-4 ക്വസ്റ്റ്യനും കൂടെ നോക്കാം. Question number 3. Y is equal to sin x square plus 5 dy by dx equals sin ഇതാണ് കോസ് ഇൻറ്റു ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 5 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. ഡെറിവേറ്റീവ് എന്താ? 2x. ഡെറിവേറ്റീവ് ഓഫ് 5 0. നിങ്ങൾക്ക് ചെയിൻ റൂൾ ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4. y is equal to cos of sin x dy by dx. അപ്പോൾ കോസ് ആണ് ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ്. കോസ് ആണെങ്കിൽ മൈനസ്, പിന്നെ ഈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് സൈൻ എക്സ് കോസ് എക്സ്. y is equal to sec tan root x dy by dx equals, നമ്മളിത് എക്സ് ആയിട്ട് വിചാരിച്ച സീക്ക് എക്സ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സീക്ക് എക്സ് ടാൻ എക്സ് സീക്ക് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ റൂട്ട് എക്സ് ഇൻറ്റു, ഇപ്പോൾ ഇവിടെ ഇത് സീക്ക് എക്സ് ആണെങ്കിൽ സീക്ക് എക്സ് ടാൻ എക്സ്. പക്ഷേ എക്സിൻ്റെ പ്ലേസിൽ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ റൂട്ട് എക്സ് sec of tan root x into
ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ഇനി ടാൻ റൂട്ട് എക്സ് അവിടെ സ്റ്റാൻഡേർഡ് ഫോം അല്ല അല്ലേ, വീണ്ടും നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സി സ്ക്വയർഡ് റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. അപ്പോൾ ആൻസർ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു സി സ്ക്വയർഡ് റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. അത് വേണമെങ്കിൽ നമുക്ക് ആദ്യം എഴുതാം 1/2 റൂട്ട് എക്സ് ഇൻറ്റു ദിസ്. ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയേക്കാം. 1/2 റൂട്ട് എക്സ് ഇൻറ്റു സീക്ക് ടാൻ റൂട്ട് എക്സ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു സി സ്ക്വയർഡ് റൂട്ട് എക്സ്. Question number 6. Cos x cube sin square x raised to 5 dy by dx. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ വേണം അല്ലേ. പ്രോഡക്റ്റ് റൂൾ എന്താ? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. കോസ് ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു ഇവിടെ നോക്കിയാൽ സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 സൈൻ ഓഫ് എക്സ് റൈസ് ടു 5 ദ ഹോൾ സ്ക്വയർഡ് എന്നാണ്. ഈ ഒരു ടേം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഏത് ഫോം ഓർക്കണം? ഇത് നിങ്ങൾ സിംഗിൾ എക്സ് ആയിട്ട് വിചാരിക്കും. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x. 2 ഇൻറ്റു സൈൻ എക്സ് റൈസ് ടു 5 ഇൻറ്റു ഇപ്പോഴിവിടെ സൈൻ എക്സ് റൈസ് ടു 5 ആണ് അല്ലേ. ഇനി സൈൻ എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എന്താ? സൈൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ഓർക്കണം? കോസ് ഇൻറ്റു ഇപ്പോഴും വീണ്ടും ചെയിൻ റൂൾ വേണം. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ? എക്സ് റൈസ് ടു 5 ആണല്ലേ. 5 എക്സ് റൈസ് ടു 4 പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഇനി കോസ് എക്സ് ക്യൂബ് ആകുമ്പോൾ ഡെറിവേറ്റീവ് എന്ത് വരും? കോസ് ആണെങ്കിൽ എന്താ ഡെറിവേറ്റീവ്? മൈനസ് സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് 3x സ്ക്വയർ 2 ഇൻറ്റു 5 10 എക്സ് റൈസ് ടു 4 കോസ് ഓഫ് എക്സ് ക്യൂബ് സൈൻ എക്സ് റൈസ് ടു 5 കോസ് എക്സ് റൈസ് ടു 5 2 ഇൻറ്റു 5 10 എക്സ് റൈസ് ടു 4 കോസ് എക്സ് ക്യൂബ് സൈൻ ഓഫ് എക്സ് റൈസ് ടു 5 കോസ് ഓഫ് എക്സ് റൈസ് ടു 5. ഇവിടെ മൈനസും പ്ലസും മൈനസ് 3x സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 ഇൻറ്റു സൈൻ എക്സ് ക്യൂബ് Question number 7. Y is equal to 2 root cot x square dy by dx. 2 അതേപോലെ ഇൻറ്റു റൂട്ട് എക്സ് മുമ്പേ പറഞ്ഞല്ലോ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താ? 1/2 റൂട്ട് എക്സ് 1/2 റൂട്ട് ഇൻറ്റു ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് വന്നിരിക്കുന്നത്? കോട്ട് എക്സ് സ്ക്വയർ. ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് സ്ക്വയർ 2 ക്യാൻസൽ. ഇനി കോട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ചെയിൻ റൂൾ. കോട്ടാണെങ്കിൽ മൈനസ് സി സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? എക്സ് സ്ക്വയർ. അതിൻ്റെ ഡെറിവേറ്റീവ് 2x. ഇത് വേണമെങ്കിൽ ആദ്യം എഴുതാം മൈനസ് 2x സി സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് കോട്ട് എക്സ് സ്ക്വയർ. y is equal to cos root x.
dy/dx. cos ആമെന്നൊക്കെ അറിയാമല്ലോ, മൈനസ് സൈൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. ഇംപ്ലിസിറ്റ് ഫോം എന്ന് നോക്കാം. ഇംപ്ലിസിറ്റ് ഫങ്ഷൻ ഇംപ്ലിസിറ്റ് ഫോം. ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സും വൈയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നെ വെച്ചിട്ട് ഞാനങ്ങ് പറഞ്ഞു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2x + 3y എക്സസൈസിൽ തന്നെയാണ് കേട്ടോ. സൈൻ എക്സ് ഫൈൻഡ് dy/dx. ഇതിലിപ്പം നമുക്ക് y ഫോമിൽ എഴുതാം. ചിലത് x² + xy + y² എന്നൊക്കെ തരുമ്പോൾ നമുക്ക് അതിൽ y എന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് തരുന്നതാണ് ഇംപ്ലിസിറ്റ് ഫോം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണും. ഡിഫറൻഷ്യേറ്റിംഗ് ഈച്ച് ടേം. with respect to x. Differentiating each term with respect to x. Derivative of 2x 2. 3y 3 into derivative of y with respect to x dy/dx. dy/dx equals okay 2x ne നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. സോറി, ഡെറിവേറ്റീവ് ഓഫ് 2x 2. Derivative of 2x 2, 3y 3 into dy/dx. Derivative of sin x cos x. Cos x minus 2 divided by 3. Second question. xy plus y² is equal to tan x plus y. ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് തരും. നമുക്കൊരു ക്വസ്റ്റ്യൻ ഫൈൻഡ് dy/dx എന്നേ കാണത്തുള്ളൂ. അപ്പോൾ അത് ഇംപ്ലിസിറ്റ് ആണോ, പാരാമെട്രിക് ആണോ, ലോഗരിതമിക് ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് തരുന്നതാണ് ഇംപ്ലിസിറ്റ് ഫോം. കണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് y², ഇവിടെ എല്ലായിടും നമ്മൾ ഇതിനകത്തും നമ്മൾ ചെയിൻ റൂൾ വരികയാണ്. അതിനാണ് നമ്മൾ ആദ്യം ചെയിൻ റൂൾ പഠിക്കുന്നത്. ഡിഫറൻഷ്യേറ്റിംഗ് ഈച്ച് ടേം വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാദ്യം എഴുതുക. എക്സ് വൈ പ്രോഡക്റ്റ് റൂൾ. ഇതൊരു എക്സ് ഇൻറ്റു dy/dx പ്ലസ് വൈ ഇൻറ്റു 1 y². x² ആണ് ഡെറിവേറ്റീവ്, നമ്മൾ എന്തെഴുതും 2x അല്ലേ. അപ്പോൾ y² ആണെങ്കിൽ 2y ഇൻറ്റു dy/dx. ഡെറിവേറ്റീവ് ഓഫ് tan x c²x. ഡെറിവേറ്റീവ് ഓഫ് y dy/dx. ഇനി നമ്മൾ dy/dx ഉള്ള ടേംസ് എല്ലാം ലെഫ്റ്റിൽ കൊണ്ടുവരും, ബാക്കി റൈറ്റ് സൈഡിൽ കൊണ്ടുവരും. എന്നിട്ട് ഗ്രൂപ്പ് ചെയ്യാം. dy/dx ഇൻറ്റു ഇവിടെ x ഉണ്ട് 2y മൈനസ് 1. ഈ y നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. എന്നോട് പറയാം. ഡിഫറൻഷ്യേറ്റിംഗ് ഈച്ച് ടൈം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ പ്രോഡക്റ്റ് റൂൾ വേണം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ എന്താ dy/dx പ്ലസ് വൈ ഇൻറ്റു 1. ഇനി y² ആകുമ്പോൾ 2y ഇൻറ്റു dy/dx. tan എക്സിൻ്റെ ഡെറിവേറ്റീവ് c²x. ഡെറിവേറ്റീവ് ഓഫ് വൈ dy/dx. 3 ടേമിലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ dy/dx ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് പ്ലസ് 2y ഇത് ലെഫ്റ്റിൽ കൊണ്ടുവന്നു, ഈ y റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു. സോ dy/dx ഈക്വൽസ് c²x മൈനസ് y ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y മൈനസ് 1. എക്സ് പ്ലസ് 2y മൈനസ് 1. Question number 3. x² plus xy plus y² is equal to 100. Differentiating each term.
with respect to x. Derivative of x square 2x. xy product rule. x into dy by dx plus y into 1. y square 2y into dy by dx. Derivative of 100 0. Derivative of any constant 0. dy by dx into within the bracket x plus 2y. 2x റൈറ്റ് സൈഡ് കൊണ്ട് രണ്ടും മൈനസ് ആയതുകൊണ്ട് മൈനസ് ഓഫ് എഴുതാം. dy by dx is equal to minus within the bracket 2x plus y by x plus 2y. Sin square x. Differentiating each term with respect to x. Sin square x. കണ്ടോ, നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലും ചെയിൻ റൂൾ ഒക്കെ അപ്ലൈ ചെയ്താണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് എപ്പോഴും ചെയിൻ റൂൾ പഠിക്കുന്നത്. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ, എക്സ് സ്ക്വയർ ഫോം 2x അല്ലേ. 2 sin x ഇൻറ്റു ഡെറിവേറ്റീവ് സൈൻ എക്സ് എന്താ കോസ് എക്സ് പ്ലസ് കോസ് സ്ക്വയർ വൈ 2 cos y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ മൈനസ് സൈൻ വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y ദാറ്റ് ഈസ് dy by dx. ഡെറിവേറ്റീവ് ഓഫ് 1 0. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടല്ലോ. 2 sin x cos x എന്താ sin 2x മൈനസ് സൈൻ 2y ഇൻറ്റു dy by dx. നമുക്ക് റൈറ്റ് സൈഡ് കൊണ്ട് സൈൻ 2x ഈസ് ഈക്വൽ ടു സൈൻ 2y ഇൻറ്റു dy by dx. dy by dx ഈക്വൽസ് സൈൻ 2x ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ 2y. സൈൻ സ്ക്വയർ എക്സ് 2 sin x ഇൻറ്റു ഡെറിവേറ്റീവ് സൈൻ എക്സ് കോസ് എക്സ്. കോസ് സ്ക്വയർ വൈ ആകുമ്പോൾ 2 cos y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ മൈനസ് സൈൻ വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് dy by dx is equal to 0. 2 sin x cos x നമുക്ക് എങ്ങനെ എഴുതാം സൈൻ 2x പ്ലസ് മൈനസും കൂടെ ആയത് മൈനസ് 2 cos y സൈൻ വൈ ആണ് സൈൻ 2y ഇൻറ്റു dy by dx is equal to 0. റൈറ്റ് സൈഡ് കൊണ്ടുപോയി. സോ dy by dx ഈക്വൽസ് സൈൻ 2x ഡിവൈഡഡ് ബൈ സൈൻ 2. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലോഗരിതമിക് പാരാമെട്രിക് നോക്കാം. ഓക്കെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.